റെയിൽവേക്കെതിരെ ഗുരുതര ആരോപണവുമായി തിരുവനന്തപുരം നഗരസഭ. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കത്തിൽ റെയിൽവേ കൃത്യമായ പരിഹാരം കണ്ടെത്തണം, ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. റെയിൽവേ വീണ്ടും മാലിന്യ നിക്ഷേപം നടത്തിയിരിക്കുകയാണ്. 10 ലോഡ് മാലിന്യങ്ങൾ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിക്ഷേപിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വിശദീകരണം തേടി നോട്ടീസ് നൽകിയിട്ടും പ്രതികരണമുണ്ടായിട്ടില്ല എന്ന് ആര്യ രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി. നഗരസഭ നിയമ നടപടികളുമായി റെയിൽവേക്കെതിരെ മുന്നോട്ട് പോകുമെന്നും മേയർ വ്യക്തമാക്കി. നമുക്ക് മുൻപത്തേക്കാൾ ഒരുപാട് പുരോഗതിയിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ആമയിഴഞ്ചാൻ തോടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനം ഒരു ശരിയായ സമീപനമല്ല എന്ന് തുടർച്ചയായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. തെറ്റായ നടപടി റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ റെയിൽവേയുടെ നേതൃത്വത്തിൽ നടക്കും എന്നാണ് നഗരസഭ കരുതിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ സ്ക്വാഡ് പരിശോധിച്ച് ചെല്ലുമ്പോൾ ഒരു സ്വകാര്യ ഭൂമിയിൽ ഏതാണ്ട് 10 ലോഡുകളോളം മാലിന്യം നിക്ഷേപിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മാലിന്യ സംസ്കരണത്തിൽ കർശനമായ നിലപാട് സംസ്ഥാന സർക്കാരും നഗരസഭയും തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ എടുക്കുമ്പോൾ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഇത്തരത്തിലേക്കൊരു ഇടപെടൽ വരുന്നത് എന്നത് ഗുരുതരമായ വിഷയമാണ്. നഗരസഭ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. സംസ്ഥാന സർക്കാരിൽ നിന്നും തദ്ദേശ വകുപ്പിൽ നിന്നും ആലോചിച്ചുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നഗരസഭ എത്തിയിട്ടുണ്ട്.